إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من رحمة وقل رب ارحمهما كما ربياني صغيرا. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അകലം പാലിക്കുവാനും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ നിലകൊള്ളാനും ആ നിമിഷത്തിൽ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് സുസ്മേരവദനായി മുഹ്സിനായി മുത്തഖിയായി യാത്ര ചെയ്യാനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 17ാമത്തെ സൂറത്തുൽ ഇസ്രായിലെ 23ാമത്തെ ആയത്ത് മാതാപിതാക്കളോട് ഉള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രായോഗികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം ചർച്ച നടത്തിയത്. അതിൽ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി പെരുമാറണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാതാപിതാക്കളുടെ നിലപാടുകൾ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ ശൈലികൾ എന്താണ്, ഇതൊന്നും സന്താനങ്ങൾ പരിഗണിക്കേണ്ടതില്ല. മറിച്ച് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക എന്നുള്ളതാണ് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന പ്രയോഗത്തിന്റെ പ്രായോഗികമായ ഒരു അർത്ഥമെന്നുള്ളത്. അവിടെ പലപ്പോഴും ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഒരാള് അല്ലെങ്കിൽ രണ്ടാളും പ്രായമാകുന്ന സന്ദർഭത്തിൽ നിന്റെ അടുക്കൽ ഉണ്ടാകും. അപ്പോൾ അവരോട് ഫലാ തഖുൽ ലഹുമാ ഉഫ്, മ്ലേച്ഛമായ ഒരു നിലയ്ക്കുമുള്ള പ്രതികരണങ്ങളും നടത്താൻ പാടില്ല. ഔലാ തൻഹറുഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്, മോശമായ വാക്കുകൾ അവരോട് ഉപയോഗിക്കരുത്. അവരോട് സംസാരിക്കേണ്ട ശൈലി കൂടി ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. വഖുൽ, നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, ലഹുമ, അവർ രണ്ടുപേരോടും, ഖൗലൻ കരീമ,
ഏറ്റവും കരീമായിട്ടുള്ള, മാന്യതയുള്ള, ആദരണീയമായ വാക്കുകൾ, ശൈലികൾ ആയിരിക്കണം അവരോട് സംസാരം എന്നുള്ള നിലയ്ക്കും പ്രതികരണം എന്നുള്ള നിലയ്ക്കും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഇവിടെ പലപ്പോഴും മാതാപിതാക്കളെ കുറിച്ച് കാരുണ്യത്തിന്റെ പ്രതീകമായിട്ട് തന്നെ അവർ കടന്നു വരണമെന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. പ്രത്യേകിച്ചും പ്രായാധിക്യത്താൽ പ്രയാസപ്പെടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ചില പോരായ്മകൾ അവർക്കുണ്ടാകും. അതെല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നതാണ്. നല്ല പ്രാപ്തിയും, ശാരീരികമായ നല്ല പ്രാപ്തിയും മാനസികമായി നല്ല അവസ്ഥയുമൊക്കെ ഉള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരെന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, അവർക്ക് ചിന്തിച്ചുകൂടെ, പുതിയ കാലത്തെ അവരെന്താണ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലപ്പോഴും നല്ലതല്ലാത്ത സംസാര ശൈലികൾ അവർക്കെതിരിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് പ്രായാധിക്യത്തിന്റെ കാര്യമൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് അള്ളാഹു ഇഹ്സാനോടുകൂടി അവരോട് പെരുമാറണം എന്ന് പറഞ്ഞത്. അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞത് പലപ്പോഴും കയർത്ത് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ പോലും വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ, ആദരണീയമായ, കരീം എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദരണീയമായ രൂപത്തിൽ അവരെ ആദരിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താണ് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറുണ്ട്. പലപ്പോഴും മാതാപിതാക്കളോട് പെരുമാറുന്ന വിഷയത്തിൽ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അത്രയൊന്നും നമ്മുടെ കുടുംബത്തെ പരിചയമില്ലാത്ത നമ്മുടെ ഭാര്യമാരോ മക്കളോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഈ മാതാപിതാക്കളോട് മോശമായ രൂപത്തിൽ പെരുമാറാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ അവിടെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണം എന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇഹ്സാൻ എന്നുള്ള വാക്കിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആർക്കും വേണ്ടിയിട്ടല്ല, ഇതെൻ്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിയത്തോടു കൂടി, താല്പര്യത്തോടു കൂടി ആയിരിക്കണം. അല്ലാതെ മാതാപിതാക്കളുടെ തൃപ്തിക്ക് വേണ്ടി ആകാൻ പാടില്ല എന്നുള്ളതാണ്. മാതാപിതാക്കളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത്തരം നല്ല ശൈലികൾ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാവും. കാരണം മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള നല്ല ശൈലികളും പ്രത്യേകിച്ചും പ്രായാധിക്യത്താൽ നല്ല ശൈലികളും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അവരുടെ പ്രായം ഏറുമ്പോൾ സംഭവിക്കുന്ന ഭൗതിക രംഗത്തുള്ള ചോഷണങ്ങൾ, പ്രയാസങ്ങൾ അവർക്കുണ്ടാകും. പ്രത്യേകിച്ചും ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നും മാന്യമായ ശൈലി അവർ പ്രകടിപ്പിക്കണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമായ മാനസികാവസ്ഥകൾക്ക് ഉടമകളാണ്. അവർക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന രൂപത്തിൽ മാത്രമേ പലപ്പോഴും സംസാരിക്കാൻ കഴിയുള്ളൂ. ഇതാണ് 23-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുന്നു. ഇനിയും നാം പഠിക്കാൻ ശ്രമിച്ചാൽ, ചിന്തിക്കാൻ ശ്രമിച്ചാൽ പ്രായോഗികമായിട്ടുള്ള ധാരാളം ആശയങ്ങൾ ആ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അതിനുശേഷം അല്ലാഹു വലിയൊരു ചിന്തയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി ഒരു കൽപ്പന നമുക്ക് മുമ്പാകെ വെക്കുകയാണ്. വഖ്ഫിർ ലഹുമാ ജനാഹൽ ദുല്ലി. വഖ്ഫിർ, നീ അവർ രണ്ടുപേർക്കും വേണ്ടി താഴ്ത്തി കൊടുക്കണം. വഖ്ഫിർ ലഹുമാ, ആ മാതാവിനും പിതാവിനും വേണ്ടി നീ താഴ്ത്തി കൊടുക്കണം. ജനാഹൽ ദുല്ലി, എളിമയുടെ ചിറക്. മിനർ റഹ്മ, കാരുണ്യത്തിൽ നിന്നുള്ള നിന്റെ ചിറകുകൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം.
റഹ്മ എന്ന് പറയുമ്പോൾ അനുകൂലമായൊരു സാഹചര്യത്തിൽ നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ട ഒന്ന് എന്നുള്ള നിലയ്ക്കല്ല. അത് അള്ളാഹുവിന് വേണ്ടി പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒന്നാണ് റഹ്മ എന്നുള്ളത്, കാരുണ്യം. ഇങ്ങനെയുള്ള റഹ്മത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്ന് ചോദിച്ചാൽ, ഹദീസ് ലോകത്തു നിന്നും മാതൃവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ എല്ലാവരോടും കാരുണ്യം കാണിക്കും, എല്ലാവരോടും നിങ്ങൾ കാരുണ്യം കാണിക്കും. അങ്ങനെയെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. മറ്റൊരു ഹദീസ്, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ്. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകളോട് അള്ളാഹു ഒരിക്കലും കാരുണ്യം കാണിക്കുന്നതല്ല. ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. പല ഹദീസുകളും നാം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളുടെ അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഹദീസ് ഉത്തരം നൽകുന്നത് ഒരിക്കലും സാധ്യമല്ല എന്നാണ്. സ്വർഗം എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ട് മാത്രം ലഭ്യമാകുന്ന ഒരു മഹാഭാഗ്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിലൂടെയാണ് സ്വർഗപ്രവേശനത്തിനുള്ള ഭാഗ്യവും നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഈ സ്വർഗപ്രവേശനം എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി എന്നുള്ളത് അത് കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതേ കാരുണ്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെയും കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ജനാഹ ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ എന്ത് ചെയ്യണം? കാരുണ്യത്തിന്റെ, എളിമയുടെ ചിറകുകൾ അവർ രണ്ടുപേർക്കും വേണ്ടി താഴ്ത്തി കൊടുക്കണം. അതിനുശേഷം വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ അല്ലാഹു സുബ്ഹാനഹു തആല നയിക്കുകയാണ്. വഖുൽ, നിങ്ങൾ പറയുകയും ചെയ്യണം. റബ്ബി, എന്റെ റബ്ബേ എന്ന് വിളിച്ചിട്ട്. ആരോടാ പറയേണ്ടത്? അള്ളാഹുവിനോടാണ്. റബ്ബേ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ പറയണം, ഇർഹംഹുമാ, അള്ളാഹുവേ അവർ രണ്ടു പേർക്കും നീ കാരുണ്യം കാട്ടണമേ റബ്ബേ. എന്റെ മാതാവിനും പിതാവിനും നീ കാരുണ്യം കൊടുക്കണം പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രയോഗം കൂടി, ഖമാ റബ്ബയാനി സഗീറ. കുട്ടിക്കാലത്ത് ഞാൻ കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ മാതാവിനും പിതാവിനും പടച്ചവനെ നീ കാരുണ്യം ചെയ്യണമേ എന്നാണ് ഈ ദുആയുടെ താല്പര്യം. ഇവിടെയാണ് വഖുൽ റബ്ബി എന്ന് പറഞ്ഞിട്ട് ഖമാ റബ്ബയാനി എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. വലിയ ചിന്തനീയമായ പ്രയോഗമാണ്. ഒന്ന്, റബ്ബ് എന്ന് പറയുമ്പോൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റബ്ബയാനി എന്ന് പറയുമ്പോഴോ അത് മാതാപിതാക്കളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സാധാരണ റബ്ബ് എന്ന് വിളിക്കാറുണ്ട്. അതേ പദം തന്നെയാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുകയാണ്. ഇന്ന സബബൽ ഹഖീഖി ലി വുജൂദിൽ ഇൻസാനി ഹുവ തഖ്ലീഖുല്ലാഹി വ ഈജാദുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്, റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയാണ്. നിശ്ചയമായും ഒരു മനുഷ്യൻ അവൻ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണം എന്നുള്ളത് ഹുവ തഖ്ലീഖുല്ലാഹി വ ഈജാദു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. ആ നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബാണ്. ഒരു അർദ്ധകോശം അല്ലെങ്കിൽ ഒരു സ്പേമിൽ നിന്നും ഒരു ഓവത്തിൽ നിന്നും രണ്ടും കൂടി കൂടിച്ചേർന്ന് ഒരു അർദ്ധകോശം, ഒരു പകുതി കോശം ഉണ്ടായപ്പോൾ അത് വീണ്ടും ഒന്നായി മാറി, അങ്ങനെ അത് വർദ്ധിച്ച് അങ്ങനെ കോടിക്കണക്കിന് കോശങ്ങളായിട്ടാണ് നാം രൂപപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി നമ്മെ വളർത്തിയിട്ടുള്ളവനാണ്, അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ളവനാണ്. അപ്പൊ പടിപടിയായി ഓരോരോ ഘട്ടങ്ങളിലൂടെ നമ്മെ സൃഷ്ടിച്ചവൻ എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ എന്നുള്ള നിലയ്ക്കാണ് അള്ളാഹുവിനെ നമ്മളെ റബ്ബ് എന്ന് വിളിക്കുന്നത്.
അത് തന്നെയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന സബബൽ ഹഖീഖി ലിവുജൂദിൽ ഇൻസാനി എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യൻ ഉണ്ടാകാനുള്ള കാരണത്തിന്റെ അടിസ്ഥാനപരമായ കാരണം അള്ളാഹുവാണ്, സംശയമില്ല. വസ്സബബുൽ ളാഹിരി, വീണ്ടും അദ്ദേഹം പറയാണ്, ഹുവൽ അബവാനി. അതേസമയത്ത് പ്രകടമായ ഒരു മനുഷ്യന്റെ രൂപപ്പെടുത്തലിന്റെ പിന്നിൽ, പടിപടിയായിട്ടുള്ള രൂപപ്പെടുത്തലിന്റെ പിന്നിൽ അവന്റെ മാതാപിതാക്കളാണുള്ളത്. فأمر بتعظيم السبب الحقيقي ثم أتبعه بأمر بتعظيم السبب الظاهري. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആ അല്ലാഹുവിനെ തഅലീം ചെയ്യാൻ, മഹത്വപ്പെടുത്താൻ മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ പ്രകൃതിപരമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, മറ്റുള്ള എല്ലാ നിലയ്ക്കുമുള്ള പടിപടിയായിട്ടുള്ള രൂപീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കളെയും അവന് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് രൂപത്തിലുള്ള രൂപീകരണത്തെ കുറിച്ചാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി സംസാരിച്ചത്. ഒന്നെന്താണ്? അവന്റെ പ്രകടമായിട്ടുള്ള, അല്ലെ ഹഖീഖിയായിട്ടുള്ള രൂപീകരണമാണ്. അതിന്റെ പിന്നിൽ അള്ളാഹുവാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ലാഹിരിയായിട്ടുള്ള രൂപീകരണമോ അതിന്റെ പിന്നിൽ മാതാപിതാക്കളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്താണ് മാതാപിതാക്കളുടെ സ്ഥാനം? അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ സൃഷ്ടികർമ്മത്തോട് തുലനം ചെയ്തുകൊണ്ടാണ് മാതാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. അതിന്റെ പിന്നിലുള്ള കാരണത്തെ കുറിച്ചാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ രൂപീകരണത്തിന്റെ, ലാഹിരിയായ രൂപീകരണത്തിന്റെ പ്രായോഗികമായ വശം എന്താണ്? വീണ്ടും ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വ ഇന്നൽ ഇൻസാന ഹാമ മാ യകൂനു ഫീ ആയത്തിൽ ളുഅഫി വ നിഹായത്തിൽ അജസി വ യകൂനു ഇൻആമിൽ അബവൈനി ഫീ ദാലികൽ വഖതി അദീം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അശക്തനായിട്ടാണ്, കഴിവില്ലാത്തവനായിട്ടാണ്, ഒരു കുഞ്ഞായിട്ട്, ഒരു ശിശുവായിട്ട് അവൻ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അങ്ങനെ അവന്റെ എല്ലാ കഴിവുകൾക്കിടയിലും നിന്നുകൊണ്ട് ഈ മാതാപിതാക്കൾ അവനെ നല്ല കഴിവുറ്റവനാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തും. നമ്മളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എന്തിനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നു? ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പോ 5 വയസ്സുകാരനായ എൻ്റെ കുഞ്ഞിനോട് 5 മാസക്കാരിയായ കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതുപോലെയായിരുന്നു ഒരു 5 വർഷം മുമ്പ് മോൻ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ജാള്യത, ഒരു നാണം. വെറുതെ കിടക്കുക മാത്രമാണ് ആ 4 മാസമുള്ള കുഞ്ഞ് ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് എടുത്താലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കയ്യും കാലും ഇട്ട് ഇളക്കി അങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 44 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതായിരുന്നു. നിങ്ങളുടെ ഓരോ ആളുകളുടെയും വയസ്സിനെ മുൻപിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഈ അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും എൻ്റെ മാതാപിതാക്കള് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എൻ്റെ എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്കും അവർ സഹായ ഹസ്തവുമായി കടന്നു വരികയും അതിനുള്ള എല്ലാ പിന്തുണയും നൽകി. അങ്ങനെയാണ് ഇന്ന് കഴിവുള്ള, ബുദ്ധിയുള്ള, പ്രാപ്തിയുള്ള, കാലത്തെ അറിയുന്ന, കാലത്തിനനുസൃതമായി പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരു മിടുക്കനായി ഞാൻ ഇന്ന് മാറിയിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിടുക്കിയായി മാറിയിട്ടുള്ളത്. എല്ലാം മാതാപിതാക്കളുടെ കാൽക്കൽ അർപ്പിതമാണ്. അവർ ചെയ്തു വന്ന വലിയ ചില സേവനങ്ങൾ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് പറഞ്ഞത്, റബ്ബി, എൻ്റെ റബ്ബേ, ഇർഹംഹുമാകുമാ, അവർ രണ്ടുപേരോടും നീ കാരുണ്യം കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ റബ്ബയാനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ വളർത്തിയെടുത്ത, എന്നെ വളർത്തിയ അല്ലാഹുവേ, നീ ഏത് രൂപത്തിലാണോ ഹഖീഖിയായ രൂപത്തിൽ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ ഭൗതികമായ വളർച്ചയ്ക്കും രൂപപ്പെടുത്തലിന്റെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ മാതാപിതാക്കളോട് അല്ലാഹുവേ നീ കാരുണ്യം കാണിക്കണമേ എന്നുള്ള ഒരു പദം നമ്മൾ ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം ഉന്നതമായ സ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല മാതാപിതാക്കളെ അവതരിപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. മാതാപിതാക്കളെ എൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ അവിവേകം കൊണ്ട്, എൻ്റെ വിവരക്കേട് കൊണ്ട്, എൻ്റെ വർദ്ധിച്ച വൈകാരികമായ താല്പര്യത്തിന്റെ പുറത്ത്, നിയന്ത്രണത്തിനും അപ്പുറമായ എൻ്റെ ചില ചേഷ്ടകളുടെ പിന്നിൽ ആ മാതാവിനെ തരം താഴ്ത്താനുള്ള അഹങ്കാരം
ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും സഹോദരൻ. അവരോട് കയർത്ത് സംസാരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ് എന്ന് പറഞ്ഞിട്ട് അവനോളം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണ്. ഈ ആയത്ത് തുടങ്ങിയത് എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അല്ലാഹുവിനെ അല്ലാതെ ഒരു ഇലാഹിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ അതിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി പെരുമാറണം. തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, ചേർത്ത് വെച്ചുകൊണ്ട് ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇലാഹായ അള്ളാഹുവുമായിട്ടും മാതാപിതാക്കൾ ചേർന്ന് വരുന്നുണ്ട്. കാരണം ഇലാഹായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ മാതാപിതാക്കളാണ്. കാരണം കുട്ടിക്കാലത്ത് നമ്മൾക്ക് കിട്ടുന്ന വിജ്ഞാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമികമായിട്ടുള്ള വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ താരാട്ട് പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ പല സമയത്തും നമ്മൾക്ക് കിട്ടുന്ന ഉപദേശങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മദ്രസയിൽ പോയി ഉസ്താദുമാർ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പരിചയപ്പെടുത്തി തന്നപ്പോ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കേൾവിയൊന്നും ആയിരുന്നില്ല. അതിനു മുമ്പും എത്രയോ എൻ്റെ മാതാവും എൻ്റെ പിതാവും കാരുണ്യവാനായ അള്ളാഹുവിനെ കുറിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും എന്തുമാത്രം അതിനു മുന്നേ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. ആ നിലയ്ക്ക് ഇലാഹായ അള്ളാഹുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇഹ്സാനിനെ കുറിച്ച് സംസാരിക്കുന്നു. റബ്ബായ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അതേ റബ്ബിന്റെ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള മാതാപിതാക്കളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഈ രണ്ടായത്തുകൾ പോരെ ആ മാതാപിതാക്കളുടെ മുന്നിൽ എല്ലാം അടക്കിപ്പിടിച്ച് അങ്ങേയറ്റത്തെ ആദരവോടുകൂടി അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി പടച്ചവനെ ഇത്രമാത്രം സ്ഥാനം അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ മാതാവിനും പിതാവിനും എന്ന ശരിയായ തിരിച്ചറിവോടുകൂടി നിലകൊള്ളാം. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപിക വലിയ പ്രയാസത്തോടു കൂടി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, എന്താണ് വലിയൊരു ക്ഷീണതയാണെന്ന് തോന്നുന്നല്ലോ, നിങ്ങളുടെ മുഖഭാവം ഒരുപാട് മനപ്രയാസങ്ങളെ പ്രകടമാക്കുന്നുണ്ടല്ലോ, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് തലേ ദിവസം രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല, അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 1.5 വയസ്സുകാരനായ കുഞ്ഞിന് നല്ല പനിയായിരുന്നു. അവൻ പനി ബാധിച്ചിട്ട് പ്രയാസപ്പെട്ട് കരയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക, അതുകൊണ്ട് അവനെയും ഇങ്ങനെ തഴുകി തലോടി ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുത്തിട്ട് അവനോടൊപ്പം ഞാനും എന്ത് ചെയ്തു, ഇന്നലെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. അപ്പം ആ അധ്യാപികയോട് ആ ഒരു സന്ദർഭത്തിൽ പറയാൻ തോന്നിയത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ കുറെ കാലത്തിന് ശേഷം സ്വയം പ്രാപ്തനായി എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ കയർക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരാം. അന്ന് ഇതെന്തെങ്കിലും ഒരു സംഗതിയിലാക്കിയിട്ട് ഒരു ഡിവൈസിലാക്കിയിട്ട് ആ മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മോനെ ഒന്ന് പോയിട്ടൊന്ന് കാണ്, മോനെ ആവശ്യമുള്ള ഒരു സംഭവമാണ്, ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ മകന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് അന്നങ്ങനെ പറയാൻ തോന്നി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, പലപ്പോഴും നമ്മളുടെയൊക്കെ എത്രയോ വീഡിയോകൾ നമ്മുടെ മാതാപിതാക്കൾ എങ്ങാനും കോപ്പി ചെയ്തിരുന്നുവെങ്കിൽ ഞാനൊക്കെ വല്ലാതെ കയർത്ത് സംസാരിക്കുമ്പോൾ ആ ഒരൊറ്റ വീഡിയോ മാത്രം ഒരു പ്രാവശ്യം കണ്ടു നോക്കിയാൽ മതി, എൻ്റെ എല്ലാ അഹങ്കാരവും ആ ഒരൊറ്റ കാഴ്ചയിലൂടെ അലിഞ്ഞില്ലാതാകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, വലിയ കാര്യങ്ങൾ പറയാനുള്ള കഴിവും അറിവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എവിടുന്ന് രൂപപ്പെട്ടു എന്നുള്ളതാണ്, എവിടുന്ന് വന്നു, എവിടുന്ന് കിട്ടി ഇതൊക്കെ. അവിടെയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള ഒരു പ്രയോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഞാനൊരു അഹങ്കാരിയാണെങ്കിൽ ആയത്തിലൂടെ എന്നെ കളിയാക്കുകയാണ്, ആയത്തിലൂടെ അല്ലാഹു എന്നെ പരിഹസിക്കുകയാണ്. ഇങ്ങനെയൊന്നും നിന്നെ കൊണ്ട് പറയാൻ കഴിയുന്നില്ല എങ്കിൽ, ഇങ്ങനെയൊന്നും നിന്നെ കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്ന് അള്ളാഹു എന്നോട് പറയാതെ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മാതാപിതാക്കൾ. നമ്മളൊക്കെ ഈ രൂപത്തിൽ എത്തിയിട്ടുള്ളതും എല്ലാം ആ മാതാപിതാക്കളുടെ കുറെ ദാനങ്ങൾ മാത്രമാണ്, അവരുടെ കുറെ
കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുറേ സംഭാവനകൾ മാത്രമാണ്. അതിലൂടെയാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആരെങ്കിലും ആ മാതാപിതാക്കളെ തിരുത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി, അങ്ങേയറ്റം പക്വതയോടുകൂടി, ദേഷ്യപ്പെടുവൊന്നും വേണ്ട, അവരോട് വഴക്കടിക്കേണ്ട ആവശ്യമില്ല, വളരെ സ്നേഹത്തോടു കൂടി ഈ ആയത്തുകളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് മാതാപിതാക്കൾ. നിങ്ങൾക്കുണ്ട് ചില മാതാവും പിതാവും, അവരെയും ഈ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു കാരണവശാലും മാതാവിൻ്റെ മുന്നിൽ വലിയ ആളാകാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നമ്മൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള നല്ല ബോധം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുക്കും അഅലൗ ബിമാ ഫീ നുഫൂസിക്കും യകൂനു സ്വാലിഹീൻ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷമുള്ള ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ. ഇൻ തകൂനു സ്വാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. ഇൻ തകൂനു സ്വാലിഹീന, നിങ്ങൾ സ്വാലിഹീങ്ങളായിരിക്കുന്ന പക്ഷം, ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖേദിച്ച് മടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് എല്ലാം പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവനാണ്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകാം, പടച്ചവനെ, എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ, അവരോട് ജീവിത കാലഘട്ടങ്ങളിലൊക്കെ മാന്യമായ രൂപത്തിൽ പെരുമാറാനാണ് ശ്രമിച്ചിട്ടുള്ളത്, അറിയാതെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇത്തരം ചർച്ചകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന മനപ്രയാസമായിരിക്കും. ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു സഹോദരൻ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. മാതാപിതാക്കളോട് 100% മാന്യത പുലർത്താൻ കഴിയാതിരുന്ന, കടമകൾ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസികമായ പ്രയാസം അനുഭവപ്പെടുകയും അവസാനം ഡിപ്രഷൻ ബാധിച്ചിട്ട് സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ ഇടപെടലൊക്കെ വേണ്ടി വന്നു അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. പ്രിയമുള്ളവർ, അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു ശൈലിയൊന്നുമല്ല ഖുർആനിൻ്റെത്. അങ്ങനെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ദുഃഖിച്ച് കഴിയേണ്ട ഒരു സാഹചര്യമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്നില്ല. അതിനുള്ള കൃത്യമായ തെളിവാണ് മൂന്നാമത്തെ ഈ ഒരു ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റബ്ബുക്കും അഅലമു, അല്ലാഹുവിന് നന്നായിട്ട് നിങ്ങളെ അറിയാം, ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ അല്ലാഹുവിന് അറിയാം. പലപ്പോഴും ചില അബദ്ധങ്ങളുടെ പേരിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയാത്തതിന്റെ പേരിൽ ഒരു കാലയളവിൽ ചെയ്തു പോയ ചില പ്രയാസങ്ങളായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇൻ തകൂനു സ്വാലിഹീന, നിങ്ങൾ ഒരു സ്വാലിഹാകാൻ തയ്യാറാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഇനിയെങ്കിലും ഒരു തിരിച്ചു വരവിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹുലേക്ക് സുൽഹ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ. അങ്ങനെയെങ്കിൽ നമ്മൾ സംഭവിച്ചു പോയ ആ തെറ്റുകളെ ഏറ്റു പറഞ്ഞു വലിയ പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും സംശയം ഉണ്ടാവും, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി ഇനിയും നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. അവരുടെ പേരിൽ സദഖകൾ നിർവഹിക്കുക. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് ചോദിച്ചതാണ്, എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. സദഖ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ചെയ്തോളൂ, അതിൻ്റെ പ്രതിഫലം പരലോകത്ത് അവർക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വയ്യായ ഹദീസ് തെളിവായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരുടെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു.
പക്ഷെ അന്ന് സാമ്പത്തികമായിട്ട് ഞങ്ങൾ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയൊന്നുമില്ല. ഒരു ഹജ്ജ് ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. എങ്കിൽ എൻ്റെ മാതാവിൻ്റെ പേര് അല്ലെങ്കിൽ പിതാവിൻ്റെ പേരിൽ ഹജ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുക. അതിനൊക്കെയും അപ്പുറമായി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്നും എനിക്ക് ദുആ ചെയ്യാൻ സാധിക്കും. അപ്പൊ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫിത്ന ഫസാദുകൾ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞു, ഇനി അവരോട് എങ്ങനെ പോയി മാപ്പ് ചോദിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു ഖുർആനികമായ അല്ലെ ഹദീസിൻ്റെതായിട്ടുള്ള പരിഹാരം മുഹദ്ദിസുകളെ ഉലമാക്കൾ നിശ്ചയിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മോശമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. നല്ല രൂപത്തിലൊന്നും പെരുമാറാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖവും പേറി ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സമാശ്വാസമായിട്ടാണ്, സമ്പൂർണമായൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കല്ല, എന്നാലും ഒരു ആശ്വാസം, ഒരു സമാധാനം. കാരണം മാതാപിതാക്കളോട് തൻ്റെ എല്ലാ അഹങ്കാരങ്ങളെയും അഹംഭാവത്തെയും അടക്കി നിർത്തിക്കൊണ്ട് ആ ഒരു പരീക്ഷണ ഘട്ടത്തിലും ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പോലെയൊന്നും ഇങ്ങനെയുള്ള ആളുകൾ ആകുന്നില്ലെങ്കിലും, കാരണം അത് വലിയൊരു ഉന്നതമായ ഒരു സ്ഥാനമാണല്ലോ, അതിലേക്കൊന്നും എത്തിപ്പെടാൻ കഴിയില്ല. എങ്കിലും അതിൻ്റെ പേര് ദുഃഖിച്ച് കഴിയേണ്ട കാര്യമില്ല, മനസ്സ് തകർന്ന് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ മാനസികമായിട്ട് വലിയ ഏതെങ്കിലുമൊക്കെ അസുഖം ഒക്കെ വരുത്തി വെക്കേണ്ട സാഹചര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇനി തിരിച്ചു വരാൻ തയ്യാറാണോ? നിങ്ങളൊരു തവ്വാബായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. ഏറ്റവും കൂടുതൽ നമ്മളവിടെ ചെയ്യേണ്ടുന്ന കാര്യം മാതാപിതാക്കൾക്ക് വേണ്ടി കൂടുതലായിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ മാതാപിതാക്കളെ അല്ലാഹുവേ നീ പരലോകം എളുപ്പമാക്കി കൊടുക്കണേ, ഖബറുകളെ വിശാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദുആകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ദുആ കൂട്ടി അവരോടുള്ള കടമകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ സംഭവിച്ചു പോയ പോരായ്മകളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്താപം 100% എല്ലാ നിലയ്ക്കും അതിനോട് യോജിച്ചതാണെങ്കിൽ, പശ്ചാത്താപത്തിന്റെ എല്ലാ നന്മകളോടും അതിന്റെ എല്ലാ ഷർത്തുകളോടും യോജിച്ചു വരുന്ന രൂപത്തിലുള്ള വല്ലാത്തൊരു ദുഃഖമാണ് നമ്മുടെ മനസ്സിനെ വേട്ടയാടുന്നതെങ്കിൽ ഇതെല്ലാം നമുക്ക് അള്ളാഹുവിനോട് തുറന്നു പറയാം. എല്ലാം അള്ളാഹുവിനോട് തുറന്നു പറയും. അല്ലാതെ നാട്ടുകാരോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല, കുടുംബക്കാരോട് വിളിച്ചു പറയേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിനെ അറിയുന്ന, സാഹചര്യങ്ങളെ അറിയുന്ന അള്ളാഹുവിന് നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ ഒരു നീയത്തോടു കൂടി എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് കൂടുതലായിട്ട് ദുആ ചെയ്യുക. ഇനി കടമകളൊക്കെ പൂർത്തീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് വലിയൊരു മഹാനായ ഒരു വ്യക്തി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, കിടക്കാതെ എത്രയും പെട്ടെന്ന്, കിടന്ന് കഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് എൻ്റെ മാതാവ് പോയല്ലോ എന്നൊരു ആശ്വാസമായിട്ട് പറയാറുണ്ട്. ഞാൻ അതിനെ തിരുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, അതൊരു PWD എഞ്ചിനീയറാണ്, അല്ലാതെ വലിയ പണ്ഡിതനോ മഹാനോ സൂഫിയൊന്നും അല്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദുആ ചെയ്തത് എങ്ങനെയായിരുന്നാലും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാനുള്ള അവസരം പടച്ചവനെ നീ എനിക്ക് തരണേ. അവർ കിടക്കുകയാണെങ്കിൽ കിടന്നോട്ടെ, വർഷങ്ങളോളം അവരെ പരിചരിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ. എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് അവർക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യണം. അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ, എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും ഒരുപാട് സേവനം ചെയ്യാൻ പാകത്തിൽ നല്ല പ്രായമായിട്ടും അള്ളാഹു തിരിച്ചു വിളിച്ചില്ല. അവരെ എല്ലാ കാര്യങ്ങളും കുട്ടിക്കാലത്ത് എന്നെ എങ്ങനെയാണോ അവർ പരിചരിച്ചത് അതേപോലെ തന്നെ അവരെ പരിചരിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവും പിതാവും നന്നായിട്ട് കിടന്നിട്ടാണ് പോയത്. എൻ്റെ ഭാര്യയെ ഒന്നും കാര്യമായിട്ട് ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു ഭാഗ്യവാനാണ്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും എങ്ങനെയായിരുന്നാലും മാതാവ് പിതാവ് എന്നുള്ളത് വലിയൊരു മഹത്വമാണ്. അതിൻ്റെ മഹത്വത്തെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ മരണം വരെയും നല്ല സിഹത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ചുരിഞ്ഞു കൊടുത്തവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിമീങ്ങളായി പോയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനം സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു പരിഹാരം കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആനെ ഹദീസിനെ വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.